നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിക്രമിന് ഒരു ആപത്ത് വരുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിയല്ല. എന്നാ മോൾ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. ഏട്ടാ, ഞാൻ എക്സാമിന് പോയിട്ട് വരാം. ഏട്ടൻ എന്നെ അനുഗ്രഹിക്കണം. എന്താ ഏട്ടാ, എന്തു പറ്റി? നല്ല തലവേദന ഉണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങനെ? അത് ഉറക്കമുളച്ചിട്ടാ. പിന്നെ ബിസിനസിന്റെ ടെൻഷൻ, മൈഗ്രൈൻ ഉണ്ട് എനിക്ക്. ഏട്ടന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ എങ്ങനെ എക്സാമിന് പോവും? അത് കഴിയില്ല എനിക്ക്. അയ്യോ വർഷേ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നീ പോയി എക്സാം എഴുതാൻ നോക്ക്. വെറുതെ ഭാവി കൊളാക്കരുത്. പൊക്കോ, ചെല്ല്. ഇല്ല, ഏട്ടൻ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുന്നത് കണ്ടോണ്ട് പോയി എക്സാം എഴുതാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നീ ഞാൻ പറയുന്നത് കേക്ക്. അനാഥനായി വളർന്നതുകൊണ്ട് ഈ ഒറ്റപ്പെടലൊക്കെ എനിക്ക് ശീലം. ഞാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ച് മാറ്റിക്കോളാം. നീ വേഗം പോവാൻ നോക്ക്. ഇല്ല, ഏട്ടന്റെ ആരോഗ്യത്തെക്കാൾ വലുതല്ല എനിക്കൊരു എക്സാമും. കാസിം, മാഡം. കാസിം, എന്നാ മാഡം? വേഗം വണ്ടി ഇറക്ക്. ഏട്ടനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്ത് പറ്റി മാഡം? വല്ലാത്ത തലവേദന. ശരി മാഡം, ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കാം. പക്ഷേ ഇതൊന്നും സാരമില്ല, നീ പോവാൻ നോക്ക്. ദേ, എക്സാം ആണ്. വേദന കൊണ്ട് ഞാൻ തലപൊട്ടി കരയുന്ന സമയത്ത് പോലും എനിക്കാരും കൂട്ടുണ്ടായിരുന്നില്ല. അവസാനം ആരും കാണാനും കേൾക്കാനും ഇല്ലെന്ന് തലവേദനയ്ക്ക് തന്നെ മനസ്സിലാവുമ്പോ അത് അനാഥനായ എന്നെ വിട്ട് ഓടിപ്പോവും. അതിന് ഏട്ടൻ ഇപ്പൊ അനാഥനല്ലല്ലോ, ഞാനില്ലേ കൂടെ. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഈ ഏട്ടനേക്കാൾ വലുതല്ല എനിക്കൊരു എക്സാമോ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. ചായ. വന്ദനെ, ഇന്ന് വർഷയ്ക്ക് പരീക്ഷയല്ലേ? ഈ സമയം അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പരീക്ഷയുടെ ടെൻഷൻ കാരണം ഈ വീടെടുത്ത മറച്ചു വെച്ചാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ. പഠിച്ചത് ശരിയായില്ലെങ്കിൽ അവൾ നമ്മളെ കൂടി ടെൻഷൻ എടുപ്പിക്കും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റവും പിടിവാശിയും കാണിച്ച് ഭ്രാന്താക്കും ആളുകളെ. പാവം. ആഹാ, നീ അച്ഛന് ചായ കൊടുത്തായിരുന്നോ? ഞാൻ ഒഴിച്ചു വെച്ച ചായ കണ്ണിലെ അടുക്കളയില്. അപ്പൊ എനിക്ക് മനസ്സിലായി നീ കൊടുത്തു കാണുന്നു. മോളെ, വർഷ ഇപ്പൊ പരീക്ഷയ്ക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലായിരിക്കും. നീ അവളെന്ന് വിളിക്കും. ശരിയാ. ഹലോ ചേച്ചി. മോളെ, പരീക്ഷയ്ക്ക് പോകാൻ റെഡിയായോ? എല്ലാം പഠിച്ചു മോളെ? ഇല്ല ചേച്ചി, ഇന്ന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി മോളെ? ഏട്ടന് മൈഗ്രെയിൻ കൂടി സഹിക്കാനാവാത്ത തലവേദന. ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ, ചേച്ചി കേൾക്കുന്നില്ലേ ഏട്ടന്റെ വേദന കൊണ്ടുള്ള കരച്ചില്? ഇതും കണ്ടോണ്ട് ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോകും ചേച്ചി? എന്റെ ഒരു
വർഷം പോയി ചേച്ചി. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്നലെ ഉറക്കം പോലും ഇല്ലാതെ രാത്രി മുഴുവനും ഇരുന്ന് പഠിച്ചതാ. എല്ലാത്തിനും ഒരു യോഗം വേണ്ടേ ചേച്ചി? ചേച്ചി ഫോൺ വെച്ചേക്ക്, ദേ ഡോക്ടർ വരുന്നുണ്ട്. എന്തു പറ്റി മോളെ? വർഷ പരീക്ഷ എഴുതാൻ പോകുന്നില്ലെന്ന്. അതെന്താ? വിക്രം സുഖമില്ലാതെ ഏതോ ഹോസ്പിറ്റലിലാണെന്ന്. വിക്രമൻ എന്തു പറ്റി? തലവേദന കാരണം ഹോസ്പിറ്റലാ. മൈഗ്രെയിനോ എന്തോ. ഛേ, ചതിച്ചോ? വർഷയ്ക്കപ്പോ പരീക്ഷ എഴുതാൻ പറ്റില്ലേ? വിക്രം ആശുപത്രിയിലായിരിക്കുമ്പോ അവൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അവളുടെ ഭാവി തകരാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നു മോളെ? അച്ഛാ, ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ വർഷ തോറ്റു പോവും. വർഷ പരീക്ഷയ്ക്ക് പോകണം. അതെ, പോയേ പറ്റൂ. ശരിയാ. അച്ഛാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പോവാ. വിക്രമിനൊരു ആപത്ത് വരുമ്പോ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിയല്ല. എന്നാ മോള് ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരാം. മാധവേട്ട, ഞാനും കൂടി വന്ദനയുടെ ഒപ്പം പോവാം. അതാ നല്ലത്. വേഗം ഡ്രസ്സ് മാറ്. ചെല്ല്. വാ മോളെ. വാമേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വർഷേ, ഞാൻ കാരണം നിന്റെ വിലപ്പെട്ട അവസരമല്ലേ പാഴാക്കുന്നത്. അത് ഓർക്കുമ്പോ തലവേദനകൾ സഹിക്കാനാത്ത വേദന എന്റെ മനസ്സിന്. അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഏട്ടന്റെ ഭാര്യ ഞാൻ. ഏട്ടന് വേണ്ടി എന്റെ ഭാവിയല്ല, എന്റെ ജീവിതം തന്നെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. നിനക്ക് ഈ അവസ്ഥ ഉണ്ടാക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. പക്ഷെ നിന്റെ വന്ദന ചേച്ചിയില്ലേ, അവളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. പക്ഷേ എനിക്കിപ്പോൾ അല്പം വേദന കുറവുണ്ട്. മാത്രമല്ല, എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ നഴ്സുമാരും ഉണ്ടല്ലോ. സമയം വൈകിട്ടില്ല. നീ ഇപ്പോൾ എക്സാം എഴുതുമോളെ. ചെല്ലുക. ഇല്ല, അങ്ങനെ എന്റെ ഭർത്താവിനെ നഴ്സിന്റെ കാരുണ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ എങ്ങും പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.